മടിക്കൈ കരിന്തളത്തെ എം.വി. ശ്യാമളയ്ക്കും മടിക്കൈ പുത്തക്കാലിലെ രജനിക്കും സ്വന്തമായി അടച്ചുറപ്പുള്ള വീട്ടിൽ അന്തിയുറങ്ങാം. മിൽമ ക്ഷീരസദനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ മിൽമ ചെയർമാൻ കെ.എസ്. മണി കൈമാറി. വളരെ അപൂർവം ചിലരെ ഒന്നിലധികം വീടുകളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. ഒരു വീട് എന്നുള്ള സ്വപ്നം അത്രയ്ക്ക് അനിവാര്യമാണെന്ന് നമുക്കൊക്കെ അറിയാം. അടച്ചുറപ്പുള്ള ഒരു വീട്ടിൽ താമസിക്കുക എന്നുള്ളത് ഏതൊരു പൗരൻ്റെയും അവകാശമാണ്, അവരെ സന്തോഷം നൽകുന്ന ഒരു മുഹൂർത്തമാണ്. ഈ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് മലബാർ മേഖലാ യൂണിയൻ ക്ഷീരമേഖലയിൽ പ്രവർത്തിക്കുന്ന ക്ഷീര കർഷകർ എന്നാൽ രാവും പകലും കഷ്ടപ്പെട്ട് അവരാ കുടുംബം പുലർത്തി കുട്ടികളുടെ വിദ്യാഭ്യാസം മറ്റാരോഗ്യ പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് പോകുമ്പോൾ അതിന്ന് ലാഭം സ്വരൂപിച്ചുകൊണ്ട് അവർക്ക് താമസിക്കാനുള്ളൊരു വീടുണ്ടാക്കാൻ കഴിയാതെ വല്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് 2021 ഇത്തരം ഒരു പദ്ധതി വിഭാവനം ചെയ്ത് നടപ്പിലാക്കിയത്. അപ്പോൾ ആദ്യം നമ്മൾ ആലോചിച്ചപ്പോൾ ഒരു ജില്ലയിൽ ഒരു വീട് വെച്ച് 6 ജില്ലകൾ മലബാർ മേഖലാ യൂണിയൻ്റെ പ്രവർത്തനത്തിൽ 6 വീടുകൾ കൊടുക്കുന്ന പദ്ധതിയാണ് രൂപപ്പെടുത്തിയത്. ഇപ്പോൾ ഒരു വീടിന് 5 ലക്ഷം രൂപ വെച്ച് 6 വീടുകൾക്ക് 30 ലക്ഷം രൂപ പദ്ധതി ഫണ്ട് മാറ്റിവെച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയത്. പിന്നീട് ഇതിൻ്റെ ഓരോരോ കൊല്ലം കഴിയുമ്പോഴും സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ആവശ്യക്കാരുടെ എണ്ണം കൂടി വന്നപ്പോഴാണ് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ കൊല്ലം നമ്മൾ ഒരു വീടിന് പകരം ഒരു ജില്ലയിൽ 2 വീട് എന്ന മട്ടിൽ തീരുമാനമെടുത്തു കൊടുക്കുകയും അങ്ങനെ 12 വീടുകൾ 6 ജില്ലകളിൽ മുന്നോട്ട് പോകുകയും ചെയ്തു. മടിക്കൈ ക്ഷീരസംഘത്തിലെ പൂത്തക്കാലിൽ നടന്ന ചടങ്ങിൽ മടിക്കൈ പഞ്ചായത്ത് പ്രസിഡന്റ് വി. പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. മിൽമ ഡയറക്ടർ പി. നാരായണൻ മിൽമ AIC ഗ്രൂപ്പ് ഇൻഷുറൻസ് ധനസഹായ വിതരണം നടത്തി. MRCMPU ഡയറക്ടർ കെ. സുധാകരൻ മുതിർന്ന ക്ഷീര കർഷക P.K. സാവിത്രിയെ ആദരിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. ഗോവിന്ദൻ, മിൽമ കാസർഗോഡ് ഡയറി മാനേജർ സ്വീറ്റി വർഗീസ്, P.V. മനോജ് കുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ P. സതി, K.V. ബാലൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് C. പ്രഭാകരൻ, P. കൃഷ്ണൻ, M. കുഞ്ഞിഗോവിന്ദൻ, P. ശ്രീരാജ്, P.R. ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. A. ദിനേശൻ സ്വാഗതവും V. ഷാജി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.